അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു ലോക്കർ. ലണ്ടൻ മുഴുവൻ ഈസ്റ്ററിന്റെ ആഘോഷത്തിൽ മതിമറന്ന രാത്രി. ഈ സമയം 60-നും 70-നും ഇടയിൽ പ്രായമുള്ള 5 കള്ളന്മാർ കയറിപ്പറ്റിയത് രാജ്യത്തിന്റെ വജ്രവ്യാപാര കേന്ദ്രമായ, ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ ലോക്കറുകളിലൊന്ന് എന്നറിയപ്പെട്ടിരുന്ന ഹാർട്ടൺ ഗാർഡനിലേക്കായിരുന്നു. ഇത് അവരുടെ അവസാന ഡീലായിരിക്കുമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അവരെക്കൊണ്ട് എങ്ങനെ ഇത്ര ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളെ തകർക്കാൻ സാധിച്ചു? അത് ഒരു സാധാരണ പോലുള്ള ബാങ്ക് ആയിരുന്നില്ല. അത് ലണ്ടനിലെ ഹാർട്ടൺ ഗാർഡന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു ലോക്കറായിരുന്നു. അവിടേക്ക് സാധാരണക്കാർ പ്രവേശിക്കുക എന്നത് അസാധ്യമായിരുന്നു. ഇത് ലണ്ടനിലെ ജ്വല്ലറി ഉടമസ്ഥരുടെയും വലിയ ബിസിനസ്സുകാരുടെയും വിശ്വസ്ത സ്ഥാപനമായിരുന്നു. വിലയേറിയ ആഭരണങ്ങൾ, അപൂർവ വജ്രക്കല്ലുകൾ, പല രഹസ്യരേഖകളും കള്ളപ്പണങ്ങളും, അങ്ങനെ എല്ലാം അവിടെ സംരക്ഷിച്ചിരുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു സാധാരണ കെട്ടിടമായി തോന്നാമെങ്കിലും അതിൻ്റെ സുരക്ഷാ സംവിധാനം വളരെ ശക്തമായിരുന്നു. ലോക്കറിൻ്റെ ഓരോ കോണിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ക്യാമറ കണ്ണുകളിൽ പെടാത്ത നീക്കങ്ങളെ തിരിച്ചറിയാൻ ശക്തമായ സെൻസറുകളും അലാം സംവിധാനങ്ങളും. അതിൻ്റെ പ്രധാന കവാടം ഒരു വൺ വേ ആക്സസ് ഗേറ്റ് ആണ്. അതിനകത്തേക്ക് അനുവാദമില്ലാതെ പുറത്തുനിന്ന് ഒരാൾ കടക്കുക എന്നത് അസാധ്യമായിരുന്നു. 2012 മുതൽ തന്നെ ലോക്കറിന്റെ പരിസരം നിരീക്ഷിക്കപ്പെടുകയായിരുന്നു. ബ്രയാൻ റീഡർ, ദ മാസ്റ്റർ മൈൻഡ്. വർഷങ്ങളായി നടത്തിവരുന്ന മോഷണങ്ങളിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങൾ ഉപയോഗിച്ച് പുതിയൊരു ടീമിനെ രൂപീകരിച്ചു. അവർ മുൻപേ തന്നെ വോൾട്ടിന്റെ ഭൗതികപരമായ ഘടനകൾ പഠിച്ചിരുന്നു. സമീപ പ്രദേശങ്ങൾ, ക്യാമറകളുടെ സ്ഥാനങ്ങൾ, അലാം സംവിധാനം, പോലീസ് പെട്രോൾ ടൈം, അങ്ങനെയെല്ലാം. മാസങ്ങൾക്ക് മുമ്പ് തന്നെ പല തവണകളായി ഉപഭോക്താക്കൾ എന്ന നിലയിൽ വോൾട്ടിനുള്ളിൽ കയറിപ്പറ്റി വോൾട്ടിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ നിരീക്ഷിച്ചു. 2015 ഏപ്രിൽ 2 അവരിൽ ഒരാൾ ബിൽഡിങ്ങിന് മുൻപിലേക്ക് എത്തുന്നു. സാധാരണയായി വേസ്റ്റ് എടുക്കാൻ വരുന്ന ആളുകൾ ധരിക്കുന്ന പോലുള്ള ഡ്രസ്സായിരുന്നു അയാൾ ധരിച്ചിരുന്നത്. കൂടാതെ ഒരു ഗാർബേജ് ബാഗ് കൊണ്ട് അയാളുടെ മുഖം മറച്ചിരുന്നു. ഇരുട്ടിന്റെ മറവിലൂടെ പ്രധാന കവാടത്തിന്റെ അടുത്തേക്ക് നടന്ന് ഡോർ തുറക്കാൻ ആരംഭിച്ചു. ഡോർ നമ്പർ ലോക്ക് ആയിരുന്നു. അയാൾ അയാളുടെ ബുദ്ധിസാമർഥ്യം ഉപയോഗിച്ച് പ്രധാന കവാടം തുറന്ന് അകത്ത് പ്രവേശിക്കുന്നു. ശേഷം അവൻ പുറകുവശത്തെ ഫയർ എക്സിറ്റ് തുറന്നു കൊടുക്കുന്നു. മറ്റുള്ളവർ മോഷണത്തിനാവശ്യമായ ആയുധങ്ങളുമായി അകത്തേക്ക് കയറി. അതിലൊരാൾ നിരീക്ഷണ ക്യാമറ, അലാം സിസ്റ്റം എന്നിവ തകരാറിലാക്കി. തുടർന്ന് 2ാം നിലയിലെ ലിഫ്റ്റ് പ്രവർത്തനരഹിതമാക്കുന്നു. എന്നിട്ടവർ ലിഫ്റ്റ് ഷാഫ്റ്റിലൂടെ സേഫ് റൂം നിലയിലേക്ക് ഇറങ്ങി. താഴേക്കെത്തിയപ്പോൾ അവരുടെ മുന്നിൽ കണ്ടത് ഒരു വലിയ സ്റ്റീൽ ഡോർ ആയിരുന്നു. അത് അവർ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തു മാറ്റി. ശേഷം മുന്നോട്ട് നീങ്ങി ലോക്കർ റൂമിന്റെ അടുത്തെത്തി. ലോക്കർ റൂമിന്റെ ഭിത്തി അവരുടെ കയ്യിലുണ്ടായിരുന്ന വലിയ ഡ്രില്ല് ഉപയോഗിച്ച് തുളയ്ക്കാൻ ആരംഭിച്ചു. ഡ്രില്ലിംഗ് നടക്കുന്നതിനിടെ അലാം പ്രവർത്തിച്ചു. പക്ഷേ അതിനിടെ അതിലൊരാൾ അതിന്റെ കണക്ഷൻ വിച്ഛേദിച്ചു. ബിൽഡിങ്ങിന്റെ സെക്യൂരിറ്റി ജോലികൾ ഏൽപ്പിച്ചിരുന്നത് ഒരു പ്രൈവറ്റ് ഏജൻസി ആയിരുന്നു. അലാം കേട്ട് സെക്യൂരിറ്റി എത്തിയെങ്കിലും അസ്വാഭാവികമായി ഒന്നും തന്നെ കാണാതിരുന്നതിനാൽ അയാൾ തിരിച്ചുപോയി. 1/2 മീറ്ററോളം വലിപ്പമുള്ള ഭിത്തി അവർ തുറന്നെങ്കിലും അവർക്ക് ലോക്കറിനുള്ളിലേക്ക് കടക്കാൻ സാധിച്ചില്ല. കാരണം ഉള്ളിൽ ചുവരിനോട് ചേർന്ന സേഫ്റ്റി ബോക്സുകൾ വെൽഡ് ചെയ്ത് വെച്ചിരുന്നു. അത് തുറക്കുവാനുള്ള യന്ത്രങ്ങൾ അവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. നിരാശയോടെ അവരവരുടെ ശ്രമം ഉപേക്ഷിച്ച് ഫയർ എക്സിറ്റ് വഴി പുറത്തേക്കിറങ്ങി വാനിൽ കയറുന്നു. വാനിലിരുന്ന് അവർ തീരുമാനിക്കുന്നു, ഉള്ളിലെ ശക്തമായ ഇരുമ്പ് ചുമർ തുറക്കുന്നതിനാവശ്യമായ ഉപകരണങ്ങളുമായി അന്ന് രാത്രിയിൽ തന്നെ ഉള്ളിൽ കയറാൻ അവർ പദ്ധതിയിടുന്നു. അന്നു രാത്രിയായപ്പോഴേക്കും അവർ വീണ്ടും ലോക്കറിൻ്റെ ഉള്ളിൽ കടന്നു. കയ്യിലുണ്ടായിരുന്ന മെഷീൻ കൊണ്ട് ഇരുമ്പ് ഭിത്തി തുറക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ അവസാനം അവർ അവരുടെ ലക്ഷ്യം കണ്ടു. അതിനുശേഷം അവർ നിർമ്മിച്ച തുരങ്കത്തിലൂടെ ലോക്കർ റൂമിലെത്തുന്നു. ഓരോ ലോക്കറുകളും തുറക്കാൻ തുടങ്ങി. പലതും കോമ്പിനേഷൻ ലോക്കുകൾ ഉള്ളതായിരുന്നു. എന്നിട്ട് പോലും 70-ലധികം ലോക്കറുകൾ അവർ തുറന്നു. അവയിൽ നിന്നും 140 കോടിയോളം വിലമതിക്കുന്ന സ്വർണം, വജ്രം, കറൻസി നോട്ടുകൾ എന്നിവ ഗാർബേജ് ബാഗുകളിൽ നിറച്ച ശേഷം അവർ ഫയർ എക്സിറ്റിലൂടെ പുറത്തു കടന്ന് വാനിനുള്ളിൽ കയറി രക്ഷപ്പെട്ടു. എന്നാൽ കവർച്ചയെക്കുറിച്ച് പുറം ലോകം അപ്പോഴും അറിഞ്ഞിരുന്നില്ല. കവർച്ച കഴിഞ്ഞ് 3 ദിവസങ്ങൾക്ക് ശേഷം
ഓഫീസുകൾ തുറന്നു. ജീവനക്കാർ ലോക്കറിന്റെ വാതിൽ തുറന്നപ്പോഴാണ് ആ അതിശയിപ്പിക്കുന്ന ദൃശ്യങ്ങൾ അവർ കണ്ടത്. 70 സേഫ്റ്റി ബോക്സുകൾ തുറന്നു കിടക്കുന്നു. ഉള്ളിലുണ്ടായിരുന്ന ആഭരണങ്ങളും പണവും കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. ഉടൻ തന്നെ പോലീസും ഫോറൻസിക്കും സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു. ബിൽഡിങ്ങിനുള്ളിലെ CCTVകളുടെ ഹാർഡ് ഡിസ്കുകൾ നശിപ്പിച്ചിരുന്നതിനാൽ പോലീസിന് തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. എന്നാൽ അവരെ സഹായിച്ചത് ബിൽഡിങ്ങിന് പുറത്തുള്ള CCTV ദൃശ്യങ്ങളായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ നിന്നും ഒരു ബെൻസ് കാർ കുറേ ദിവസങ്ങളായി ബിൽഡിങ്ങിനെ ചുറ്റി നടക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ അവർ കാറിന്റെ നമ്പർ ട്രേസ് ചെയ്ത് ഉടമസ്ഥനെ കണ്ടെത്തി. ഉടമസ്ഥന്റെ കോൾ റെക്കോർഡുകളിൽ നിന്നും അയാൾ മോഷ്ടിച്ച വസ്തുക്കൾ ഭാഗം വയ്ക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നതായി പോലീസ് ശ്രദ്ധിച്ചു. അവിടെ നിന്നാണ് കൂട്ടത്തിലെ മറ്റു പ്രധാന അംഗങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. ബ്രയാൻ റീഡറെ കൂടാതെ ടെറൻസ് പെർക്കിൻസ്, ഡാനിയൽ ജോൺസ്, ജോൺ കെനി കൊളിൻസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ അവർക്കൊരാളെ കൂടി പിടികിട്ടാനുണ്ടായിരുന്നു. അയാളുടെ മുഖമോ ശബ്ദമോ ഒന്നും വ്യക്തമായിരുന്നില്ല. അയാളെ പിടികൂടാൻ പോലീസിന് 3 വർഷം കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ 3 വർഷത്തെ അന്വേഷണത്തിന് ശേഷം 2018 മാർച്ച് മാസത്തിൽ അയാളെ പോലീസ് പിടികൂടി. അയാളുടെ ഫ്ളാറ്റിൽ നിന്നും മോഷണത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും മോഷ്ടിച്ച വസ്തുക്കളുടെ കുറച്ച് ഭാഗവും കണ്ടെത്തി. മോഷണ വസ്തുക്കളിൽ നിന്നുള്ള വളരെ ചെറിയ പങ്ക് മാത്രമാണ് തിരികെ ലഭിച്ചത്. ബാക്കി ഡയമണ്ടുകളും ആഭരണങ്ങളും ഇന്നുവരെ പൂർണ്ണമായി കണ്ടെത്താനായിട്ടില്ല. ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മോഷണങ്ങളിലൊന്നായി ഇത് മാറി. നൂതന ടെക്നോളജികൾ അവർക്കത്ര പരിചിതമായിരുന്നില്ല. അവർ ആശ്രയിച്ചത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തിനെയായിരുന്നു. ഒരു ഓൾഡ് സ്കൂൾ ക്രൈമായി തോന്നിയേക്കാം, പക്ഷേ അതിൻ്റെ ആഘാതം അന്നത്തെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യുന്ന വിധത്തിലായിരുന്നു. അത് അവരുടെ അവസാന കവർച്ചയായിരുന്നുവെങ്കിലും ഇംഗ്ലണ്ടിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മോഷണമായി അത് മാറുകയായിരുന്നു.